തെരഞ്ഞെടുപ്പ് മാമാങ്കം അതിന്റെ പൂർവാധികം ശക്തിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ. മുന്നണികൾ ഒക്കെ സജീവമാണ്. ഏത് മുന്നണി വിജയിക്കും? കേരളം ഇടത്തേക്കാണോ വലത്തേക്കാണോ, അതോ ഇനി താമരയാണോ കേരളത്തിൽ ആകമാനം വിരിയുന്നത് എന്നൊക്കെ അറിയാൻ ആളുകൾ കാത്തിരിക്കുകയാണ്, മുന്നണികൾ കാത്തിരിക്കുകയാണ്. ഏകദേശം 1,00,000-ഓളം സ്ഥാനാർത്ഥികൾ, 75,000-ലധികം സ്ഥാനാർത്ഥികൾ പല തട്ടുകളിലായി മത്സരിക്കുന്നു. ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ തന്നെ വളരെ കാര്യക്ഷമമായി, വളരെ കാര്യഗൗരവത്തോടു കൂടിയാണ് മുന്നണികൾ എടുത്തിട്ടുള്ളത്. കാരണം ഇതൊരു സെമി ഫൈനലാണ്. ഇനി ഒരു 6 മാസം കൂടി കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ വരികയാണ്. എന്നാൽ UDF മുന്നണിയെ ഇഴകേറി പരിശോധിക്കുകയാണെങ്കിൽ ഇവർ എന്താണ് ചെയ്തത്? ഇവർ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, വളരെ നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അങ്ങനെ ഒക്കെ ചെയ്തിട്ടും പലയിടങ്ങളിലും UDF മുന്നണിക്ക് റിബലുകൾ ഉണ്ടായി, പ്രത്യേകിച്ച് കോൺഗ്രസിന് റിബലുകൾ ഉണ്ടായി. അതുപോലെ തന്നെ UDFനെ ആപാദചൂടം വിമർശിച്ചുകൊണ്ട് മുന്നണിക്ക് അകത്തുള്ള കക്ഷികൾ തന്നെ, എടുത്തു പറയുകയാണെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തന്നെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി. തിരുവനന്തപുരത്ത് കണ്ണായ സ്ഥലത്ത് പാളയത്ത് പോലും വിമതരുണ്ട്. അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷേർലിക്ക് കേരള കോൺഗ്രസ് ചെക്ക് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പറയാൻ വരുന്നത് തിരുവനന്തപുരത്തെയോ കൊല്ലത്തെയോ മറ്റ് ജില്ലകളിലെ വിശേഷമല്ല, ആലപ്പുഴ ജില്ലയിലെ വിശേഷമാണ്. എടുത്ത് പറയാൻ കാരണം KC വേണുഗോപാൽ, അതായത് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ജില്ലയാണ്. അവിടെ പോലും ഒരു സമവായത്തിലെത്താൻ കോൺഗ്രസിനോ UDFനോ കഴിഞ്ഞിട്ടില്ല. കളർകോട് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് വാർഡുണ്ട് ആലപ്പുഴ നഗരസഭയിൽ. കളർകോട് വാർഡ് ഏകദേശം 2272 വോട്ടർമാരാണ് അവിടെയുള്ളത്. അതിൽ 1981 ഹിന്ദു വോട്ടുകൾ, 284 ക്രിസ്ത്യൻ വോട്ടുകൾ, 12 മുസ്ലിം വോട്ടുകൾ. അങ്ങനെ വളരെ കൃത്യമായി ആ വാർഡിനെ തരംതിരിക്കാം. വെറും 2272 വോട്ടുകളാണ് അവിടെയുള്ളത്. DCC പ്രസിഡന്റ് ബാബു പ്രസാദോ അതോ KC വേണുഗോപാലോ വിചാരിച്ചാൽ തന്നെ ഈ കളർകോട് വാർഡിൽ ഒരു സമവായം ഉണ്ടാക്കാമായിരുന്നു. എന്നാൽ യാതൊരു സമവായത്തിനും തയ്യാറാകാതെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഈ UDF മുന്നണിയിൽ JSSO, RSPയോ അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പോ ഒന്നും മുന്നണിയുടെ ഭാഗമേ അല്ല എന്ന തരത്തിലാണ് ആലപ്പുഴയിൽ സീറ്റ് വിഭജനങ്ങൾ നടന്നത്. അതുകൊണ്ട് തന്നെ കളർകോട് RSP അവരുടെ സ്ഥാനാർത്ഥിയെ ഇറക്കി നിർത്തിയിട്ടുണ്ട്. രജനി എന്നാണ് ആ സ്ഥാനാർത്ഥിയുടെ പേര്, രജനി മേമന. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി മേമനാണ്. ഡിസംബർ 9 പോളിംഗ് ബൂത്തിൽ വോട്ടിംഗ് മെഷീനിൽ 3ാമതായാണ് എന്റെ സ്ഥാനം. എല്ലാവരും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ മൺവെട്ടി മൺകോരി ചിഹ്നത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. മറക്കണ്ട, നമ്മുടെ ചിഹ്നം മൺവെട്ടി മൺകോരി. അവര് വളരെ കാര്യക്ഷമമായി ഇപ്പോ നോക്കുകയാണെങ്കിൽ ഏകദേശം 5 റൗണ്ട് പ്രചരണങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. പ്രചരണത്തിന്റെ 5 ഘട്ടങ്ങൾ RSP പൂർത്തിയാക്കി കഴിഞ്ഞു. UDFന്റെ ഔദ്യോഗിക കാൻഡിഡേറ്റ് രജനിയാണെന്ന് ജനം തിരിച്ചറിഞ്ഞു. കോൺഗ്രസിന് അവിടെ യാതൊരു പ്രസക്തിയുമില്ല. കേരള കോൺഗ്രസ് J അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അവർക്കും പ്രസക്തിയില്ല. കാരണം ഈ ക്രിസ്ത്യൻ വോട്ട്, കർഷക വോട്ട്, അതൊക്കെയാണല്ലോ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒക്കെ പ്രതീക്ഷിക്കുന്നത്. അവിടെ 284 ക്രിസ്ത്യൻ വോട്ടുകളാണുള്ളത്, 12 മുസ്ലിം വോട്ടുകൾ, ബാക്കി 1981 വോട്ടുകളും ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ടുകളാണ്. സമുദായം നോക്കുകയാണെങ്കിൽ ഈഴവ സമുദായത്തിനല്ല അവിടെ പ്രാതിനിധ്യം കൂടുതലുള്ളത് നായർ കമ്മ്യൂണിറ്റിക്കാണ്. അപ്പോ ഇങ്ങനെയുള്ള സമുദായം, മതം ഇതൊന്നും പരിഗണിക്കാതെ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. എന്നിട്ട് അതേ വികാരത്തോടു കൂടി തന്നെ ജോസഫ് ഗ്രൂപ്പും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയം പറയാനും കർഷകരുടെ വോട്ട് കിട്ടാനും. ഇവിടെ ഈ കളർകോട് വാർഡ് മാത്രം പരിഗണിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണ്. കേരളത്തിന്റെ പരിച്ഛേദമാണ് കളർകോട് വാർഡ്. വളരെ ജനകീയതയുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു, ബ്ലോക്ക് തലം മുതൽ ഉണ്ടായിരുന്നു. അവരെ ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ ഈ മുന്നണിക്കുള്ളിലെ ഘടകകക്ഷികൾ സ്ഥാനാർത്ഥികളെ നിർത്തുകയില്ലായിരുന്നു. ഈ മുന്നണിക്കുള്ളിലെ ഘടകകക്ഷികൾ സ്ഥാനാർത്ഥിയെ നിർത്തി, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തി, അതൊക്കെ
പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്, പല വാർഡുകളിലും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഞാൻ കളർ കോഡ് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, RSP ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. RSPയുടെ രാഷ്ട്രീയ സരണി നമുക്കറിയാം, രാഷ്ട്രീയ പാരമ്പര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അവര് എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ വോട്ടർമാരുടെയും വീടുകളിൽ കയറി ഇറങ്ങി പലകുറി, 5 ഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലകുറി. ഈ കോൺഗ്രസിന് ബൂത്ത് തലത്തിൽ പോലും ഇരിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥ. കാരണം ജനകീയനായ ആളെ അല്ല നിർത്തിയിട്ടുള്ളത്, അയാളെ ഒഴിവാക്കി നിർത്തി മറ്റൊരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ കോൺഗ്രസ് ഉൾവലിക്കും. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഈ രജനി മേമനാട് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഏകദേശം 500 വോട്ടുകൾക്കെങ്കിലും അവിടെ വിജയിക്കുമെന്ന് സുനിശ്ചിതമാണ്. കളർ കോഡിന്റെ എല്ലാ തലമുറകളുടെയും സംരക്ഷണത്തിനും സന്തോഷത്തിനുമാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ മൺവെട്ടി മൺകോരി ചിഹ്നത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. മുന്നണി രാഷ്ട്രീയത്തിന്റെ എല്ലാ മര്യാദകളും പാലിച്ചു തന്നെയാണ് RSP അവിടെ പെരുമാറുന്നത്. എല്ലാ ആളുകളോടും വളരെ ജനകീയ അടിത്തറയിൽ നിന്ന് ജനകീയമായി തന്നെ ഇവർ വോട്ട് ചോദിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ, അവിടെയുള്ള കളർ കോഡുള്ള ജനങ്ങൾ രജനി മേമനാടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഞങ്ങളുടെ UDF സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി രാഷ്ട്രീയ സാഹചര്യം നോക്കണം. കേരളത്തിലെ പല രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ നടക്കുന്നുണ്ട്. സർക്കാരിന്റെ വികസന പദ്ധതികൾ ഒരു വശത്തുണ്ട്, UDF ക്യാമ്പിലാണെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിലാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ച ഏടാകൂടങ്ങളുണ്ട്. അതുകൊണ്ട് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് കളർ കോഡുള്ള ജനങ്ങൾ മാറി നിൽക്കുന്നു. ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, സർക്കാരിന്റെ വികസന പദ്ധതികൾ ഒരു വശത്തുണ്ട്, പക്ഷേ കോൺഗ്രസ് UDF ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ മറ്റൊരു വശത്തുണ്ട്. UDFന് ശക്തമായ വേരോട്ടം കൂടി ലഭിച്ച മണ്ണ് കൂടിയാണ് കളർ കോഡ്. അതുകൊണ്ട് ഇടതുമുന്നണിക്ക് അവിടെ വലിയ പ്രതീക്ഷകളൊന്നും വെച്ചു പുലർത്തിയിട്ട് കാര്യമില്ല. എന്നാൽ കോൺഗ്രസിന് അവിടെ സാധ്യതയുണ്ടായിരുന്നു. ആ സാധ്യത പാടെ തല്ലി തകർത്തുകൊണ്ടാണ് അനഭിമതനായ ഒരു സ്ഥാനാർത്ഥിയെ, പാർട്ടിക്ക് പോലും അനഭിമതനായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയത്.